ജിൻഡോ ദ പെർഫെക്റ്റ് മൈൻഡ് ഗെയിമർ. ആരുടെ പറഞ്ഞത് ആൾക്ക് സംസാരിക്കാൻ അറിയില്ല? എത്ര ക്ലിയർ കട്ടായിട്ടാണ് ആൾ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ചത്. സോ നന്ദന സായിയുടെ നട്ടെല്ലിനെ കളിയാക്കി പറഞ്ഞിട്ടൊരു ഇഷ്യൂ കൊണ്ടുവരുന്ന സമയത്ത് അഭിഷേക് കേട് ഒരു ഇഷ്യൂ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാൻ ക്ലിയർ കട്ട് റിപ്ലൈ ആയിരുന്നു. നമ്മളൊന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ സ്പർ ഓഫ് എ മൊമെന്റ് ആൾ എങ്ങനെയാണ് ഈ കൗണ്ടേഴ്സ് ഒക്കെ അടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം അവിടെ പറയുന്നത് ജിൻഡോ മാത്രമാണ്. സോ ജാസ്മിന്റെ അടുത്ത് പറയണ്ടേ ഗബ്രി പോയത് നീ കാരണമാണ്, അല്ലായിരുന്നു, നീയാണ് പോകേണ്ടിയിരുന്നത്. ഇതൊക്കെ ജനങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. സോ ഇപ്പൊ ബിഗ് ബോസിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ കണ്ടന്റ് മേക്കർ ജിൻഡോ മാത്രമാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്നത്? കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കോമാളിത്തരമാണ് ബാക്കിയുള്ളവർ കളിക്കുന്നത്. സോ ഒരാൾ ഞാൻ കത്തിക്കും കൊളുത്തും പറഞ്ഞിട്ട് വന്നാലും മിണ്ടാതിരിക്കുന്നത്. വേറെ ഒരാള് ലവ് ട്രാക്ക്. ചിലവരാണ് വെച്ച് ഈ അത്ഭുത ദ്വീപിലെ രാക്ഷസന്മാരെ പോലെ കടിക്കല് നക്കല് പിടിക്കലൊക്കെയാണ്. സോ ജിൻഡോ അവിടെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടാസ്ക് വന്ന ടാസ്കിന്റെ എക്സ്ട്രീം കളിക്കുന്നുണ്ട്, മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ജിൻഡോ ഈസ് ഫാർ അഹെഡ് ഓഫ് അതർ കണ്ടസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തെങ്കിലും ഒരു മിറാക്കിള് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന അല്ലാതെ ഇനി ഇതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോണില്ല.